വെള്ളി നക്ഷത്രത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സിനിമ തുടങ്ങിയ കാലം മുതൽ സിനിമയെക്കുറിച്ചുള്ള ആക്ഷേപങ്ങളും അതിനെക്കുറിച്ച് ഗുണങ്ങളും പറയാറുണ്ട്. ഇപ്പം ഈ അടുത്ത ദിവസം ഒരു യാത്രക്കിടയിൽ എൻ്റെ ഒരു സുഹൃത്ത് ചോദിച്ചു, ഇന്ന് കാണുന്ന ഈ ലൈംഗികത്തെക്കുറിച്ചുള്ള കുറ്റാരോപണങ്ങൾ സത്യത്തിൽ കുറവല്ലേ? വർഷങ്ങൾക്ക് മുമ്പേക്ക് നിങ്ങൾക്കറിയാം, ഏറ്റവും കൂടുതൽ ഉണ്ടായിട്ടുള്ള സമയങ്ങളിലൂടെ ഉണ്ടായിട്ടില്ലേ, അന്നൊന്നും ഇത്ര ആരോപണം ഉണ്ടായിട്ടില്ലല്ലോ എന്നുള്ളത്. അപ്പം ഞാനിത്രേ പറഞ്ഞുള്ളൂ, എല്ലാ രംഗത്തും ഈ സംഭവമുണ്ട്. ആദ്യകാലത്തെ സംഭവത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപക്ഷെ ഇന്നത്തേക്കാൾ ഏറ്റവും കൂടുതൽ വ്യാപകമായി ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു സംഭവം, എത്രയോ സംഭവം നടന്നിട്ടുണ്ട്. അതിലൊരു സംഭവം നമുക്കറിയാവുന്നുണ്ട്, പറഞ്ഞു കേട്ടുന്നതിൻ്റെ അടുത്തത്. തിരുവനന്തപുരത്താണ് ഷൂട്ടിംഗ്. ഒരു ചരിത്ര സിനിമയുടെ പശ്ചാത്തലം സംവിധാനം ചെയ്യുന്നത് ഒരു ഇടതുപക്ഷ സംവിധായകനാണ്, എഴുത്തുകാരനാണ്, ബുദ്ധിജീവിയാണ്. അദ്ദേഹത്തിൻ്റെ സിനിമകളെല്ലാം തന്നെ മികച്ച സിനിമകളാണ്. ആ സിനിമകളിൽ തുടക്കത്തിൽ തന്നെ ഞങ്ങൾ ചെല്ലാറുണ്ട്. കുതിരമാളികയിലാണ് ഷൂട്ടിങ്. ഞങ്ങൾ പഴയ പോലെ ഞങ്ങൾ ക്യാമറമാനും ഇതൊക്കെ ആയിട്ടൊന്നും. പക്ഷെ അന്ന് ഇറങ്ങുന്നതിന് മുൻപ് ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിലേക്ക് ഒരു പ്രായമായ ഒരു ഐശ്വര്യമുള്ള സ്ത്രീ, അവരുടെ കൂടെ ഒരു 10-13 വയസ്സായ വേറൊരു പെൺകുട്ടി. ആ കുട്ടിയെ കണ്ടാൽ ഇത്രയും മനോഹരമായ ഒരു കുട്ടിയാണ്. അപ്പോൾ അത് ഇതിൽ അഭിനയിക്കാൻ വന്നിട്ടാണ്. കുറേ പേര് ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിൽ താമസിക്കുന്നുണ്ട്. അപ്പോൾ ആരോ ഒരാൾ പരിചയപ്പെടുത്തി, ഇവർ ഇന്ന പത്രത്തിലെ വീക്കിലിയുടെ ആൾക്കാരാണ്, ഇവർ പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തു തരും എന്ന് പറഞ്ഞു. അപ്പോൾ അത് വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നമുക്ക് ലൊക്കേഷനിൽ വെച്ച് കാണാമെന്ന് പറഞ്ഞു പിരിഞ്ഞു. രാത്രി ഷൂട്ടിങ് കഴിഞ്ഞ് വരും. അപ്പോൾ സംവിധാനം തമാശ പറയും. ഒരു പക്ഷേ നമ്മളത് ചെയ്യുമ്പോൾ എന്താ പറയുക, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എഴുതരുത്, പറയരുത് എന്ന് സ്നേഹത്തിൽ ഈ സംവിധായകൻ നമ്മൾ പറയും. ഞാൻ പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്താൽ മതി, ഞാൻ എൻ്റെ ജോലി ചെയ്തുകൊണ്ട്. അപ്പോൾ അതിൽ എനിക്ക് തോന്നുന്ന എഴുതാറില്ലല്ലോ, നടന്ന സംഭവങ്ങൾ എഴുതാറുണ്ട്. അതേസമയം കുടുംബം നഷ്ടപ്പെടുത്തുമെന്ന് ഞങ്ങൾ എഴുതാറില്ല. സിനിമയുടെ ഭാവിക്ക് വേണ്ടി എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതൊക്കെ ഞങ്ങൾ ചെയ്യും. അങ്ങനെ തമാശകളെല്ലാം പറഞ്ഞ് രാത്രി ഞങ്ങൾ പോകുന്നു. പിന്നെ നമ്മുടെ ഒരു തമാശകളുണ്ട്. ഓരോരുത്തർ മദ്യപിക്കുന്ന ആൾക്കാർ മദ്യപിക്കും, ചർച്ചകൾ നടക്കും, ചർച്ച ചെയ്യും, ഗോസിപ്പ് പിടിക്കുന്ന ആൾ ഗോസിപ്പ് ചെയ്യും. അന്നത്തെ ഒരു സ്ഥിതി എന്ന് പറഞ്ഞാൽ നമുക്കൊരു ടീമുകളുണ്ടായിരിക്കാം. ഈ ടീമുകളാണ് നമുക്ക് വാർത്തകൾ നൽകാറ്. ഈ വാർത്ത നൽകുന്ന എല്ലാവർക്കും അറിയാം, പരസ്പരം മത്സരിച്ചുകൊണ്ടാണ്. അപ്പോൾ ആ മത്സരിച്ച വാർത്തകൾ എടുത്ത് രാവിലെ എണീറ്റ് കഴിഞ്ഞപ്പോൾ സാധാരണ നമ്മളെന്ന് വെച്ചാൽ ഏത് ഹോട്ടലിൽ ചെല്ലുന്ന അവിടെയൊക്കെ നമുക്ക് ചില ഗ്രൂപ്പുകളുണ്ട്. അവർ പറഞ്ഞു, സാറേ ഇന്നൊരു സംഭവം നടന്നു. നമ്മൾ എന്ത് സംഭവം? പുറത്ത് പറയില്ല സാറേ, കാരണം വലിയ പ്രശ്നമാണ്, ഇത് പുറത്ത് പോയാൽ ഞങ്ങൾ പറഞ്ഞെന്ന് അറിയാൻ വെച്ചു. എന്താണ് കാര്യം ചോദിച്ചു. ഒരു കുട്ടി ആശുപത്രിയിലാണ്. നമ്മൾ ആശുപത്രിയിൽ എന്താ അസുഖം? അസുഖം എന്ന് പറഞ്ഞാൽ അതൊരു പറഞ്ഞ പ്രശ്നമാണ്. സാറിന് ഇന്നലെ ഒരു അമ്മ ഒരു കുട്ടിയെ പരിചയപ്പെടുത്തിയില്ലേ, ഒരു 10-15 വയസ്സായ കുട്ടി. ആ കുട്ടി ഇപ്പോൾ ആശുപത്രിയില്ല. എന്താ സംഭവം? ബ്ലീഡിങ് ആണ് സാറേ. ഞാൻ അപ്പോൾ എനിക്ക് കാര്യങ്ങൾ മനസ്സിലായില്ല. നിങ്ങൾ തെളിയിച്ച് പറ. അപ്പോഴാണ് പറഞ്ഞത്, ഇന്നലെ ഡയറക്ടർ വന്നിരുന്നു ഇവിടെ. ആ ഡയറക്ടർ എന്ന സംഭവം ആ കുട്ടിയായിട്ട് സംസാരിച്ച് കലാപരിപാടികളിൽ ഏർപ്പെട്ട് പ്രശ്നമായി. ഇപ്പോൾ ബ്ലീഡിങ് ആണ്, ബ്ലീഡിങ് നിൽക്കുന്നുണ്ടായില്ല. അങ്ങനെയാണ് ഞങ്ങൾ പറഞ്ഞത്. അപ്പോൾ തന്നെ ഇവിടുത്തെ പരിചയമുള്ള ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ആ കുട്ടി ഇപ്പോൾ അവിടെയാണെന്ന് പറഞ്ഞു. ഒരു നിമിഷം നമ്മൾ ഷോക്കായി. ശരിക്കും വേറെ ഒന്നൊന്നുമല്ല, നമ്മൾ ആ കുഞ്ഞിനെ കണ്ടപ്പോൾ ഇത് ഭാവിയിലൊരു നായികയാണ്. ഇപ്പോൾ നമ്മൾ വിശുദ്ധിയോടുകൂടി മാത്രം തൊഴുന്നത് പോലെ അത്രയും സ്നേഹമാണ് നമുക്ക് ആ കുട്ടി. നമ്മുടെ വീട്ടിലത്തെ ഒരു കുട്ടി, ആ കുട്ടി ഇങ്ങനെ ബ്ലീഡിങ് ആയിട്ട് ആശുപത്രിയിലാണെന്ന് അറിഞ്ഞപ്പോൾ നമ്മുടെ സുഹൃത്തു കൂടിയായ ആ സംവിധായകനോട് നമുക്ക് അരച്ച് കലക്കി കുടിക്കാനുള്ള ഒരു ദേഷ്യം നമുക്കുണ്ടായിരുന്നു. ഇത് കഴിഞ്ഞു. അപ്പോൾ എനിക്ക് വേറെ കോള് വന്നു. കൂടെ വിളിച്ചു പറഞ്ഞു, ഞാൻ ലൊക്കേഷനിൽ പോയപ്പോൾ അന്ന് നമ്മുടെ ഡയറക്ടർ ഷൂട്ടിംഗ് ശ്രദ്ധിക്കാൻ പറ്റത്തില്ല. അയാൾ അവിടെ കസേരയിലിരിക്കുകയാണ്. ക്യാമറമാൻ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ ആണോ എന്ന് ചോദിച്ചു. ഓക്കെ ആണ്, നോക്കാതെ ഇയാൾ പറയുന്നുണ്ട്. ഒരു ആബ്സെൻറ്റ് മൈൻഡായിട്ട് ഇരിക്കുക. ഞാൻ അടുത്ത് ചെന്നു. സുഹൃത്തെ, എന്താണ് വല്ലാതിരിക്കുന്നത്? എല്ലാം അറിഞ്ഞല്ലേ എന്ന് ചോദിച്ചു. അറിഞ്ഞോ എന്ന് ചോദിച്ചാൽ അറിഞ്ഞു, പക്ഷേ അത് ക്ലിയറായിട്ട് നമ്മുടെ തെളിവുകളൊന്നുമില്ല. കേട്ടപ്പോൾ എന്തായാലും വിഷമം തോന്നി. അപ്പോൾ ഡയറക്ടർ ടെൻഷനായിട്ടിരിക്കുക. അപ്പോൾ ഞങ്ങൾ തമ്മിൽ സംസാരിച്ചെങ്കിലും എൻ്റെ മുഖത്ത് നോക്കുന്നില്ല. പുള്ളിക്കറിയാം എൻ്റെ നേച്ചർ. ഞങ്ങളപ്പോൾ ലൊക്കേഷനിൽ പോകുന്നു. അന്ന് ഷൂട്ടിംഗ് നടന്നില്ല, സംവിധാനം പോയി. റൂമിലെത്തിയിട്ടും എൻ്റെ മുന്നിൽ ആ കുഞ്ഞിയുടെ മുഖം, രണ്ട് മുഖമാണ് വന്നത്. ഒന്ന് അമ്മൂമ്മയുടെ ഒപ്പം വന്ന കുട്ടി,
രണ്ടാമത് ഹോസ്പിറ്റലിൽ ബ്ലീഡിംഗ് ആയിട്ട് കിടക്കുന്ന കുട്ടി. ഈ 2 ചിത്രമാണ് എൻ്റെ മനസ്സിൽ വന്നത്. നമ്മളാണെങ്കിൽ നമ്മുടെ വീട്ടിൽ കുട്ടിയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? എന്തെങ്കിലുമൊക്കെ ചെയ്തിരിക്കില്ലേ? പക്ഷെ ഇത് പിന്നെ നമ്മൾ അറിഞ്ഞ എന്താ? ഇത് സാധാരണ നടക്കുന്ന സംഭവമാണ്, നിങ്ങൾ ഇത്ര ടെൻഷനായിട്ട് കാര്യമില്ല എന്ന് ചില ആൾക്കാർ പറഞ്ഞു. ഞാൻ പറഞ്ഞു സാധാരണ നടക്കുന്ന സംഭവമല്ലത്, ഇത് അസാധാരണ സംഭവമാണ്. സ്ത്രീയും പുരുഷനും ഇഷ്ടപ്പെട്ട് സംഭവിക്കുന്നുണ്ട്. സിനിമയിൽ ഇങ്ങനെ കൊടുക്കൽ വാങ്ങലുണ്ട്, ഇതൊക്കെ ഉണ്ട്, ഒന്നും അറിഞ്ഞിരുന്നില്ല. പക്ഷെ അതിലൊരു മാന്യതയുണ്ട്. ആ മാന്യത വിട്ടിട്ട് നിയമം ലംഘിച്ചുകൊണ്ട് എന്ത് കാട്ടാളിത്തരം നമുക്ക് കാണിക്കാമെന്ന് പറയുമ്പോൾ അതെന്താ, അതിനെക്കുറിച്ച് ആലോചിച്ച് നോക്കുക. പിറ്റേ ദിവസം ഷൂട്ടിങ്ങിന് വരാമെന്ന് പറഞ്ഞെങ്കിലും രാത്രി വീണ്ടും സംവിധായകൻ എൻ്റെ മുറിയിലേക്ക് വന്നു. അയാൾ മാപ്പ് പറഞ്ഞ പോലെയാണ്, ദയവ് ചെയ്ത് പ്രശ്നമുണ്ടാക്കരുത്. ഞാൻ പറഞ്ഞു ഞാനായിട്ട് പ്രശ്നമുണ്ടാക്കിയല്ലോ, ഞാൻ പ്രശ്നമുണ്ടാക്കി, ഞങ്ങൾ നശിപ്പിക്കാൻ പോകുന്നതല്ല. പക്ഷെ നിങ്ങൾ ഈ കേസിന് പോകുക, അവർ കേസ് കൊടുക്കുകയാണെങ്കിൽ ഇത് പോക്സോ കേസിൽ പെടുന്നൊരു വിഭാഗത്തിൽപ്പെട്ടതല്ലേ? അത് നിങ്ങൾ ആലോചിക്കും. നിങ്ങളൊരു വിപ്ലവ പാർട്ടിയുടെ നേതാവല്ലേ? നിങ്ങൾ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുള്ള ആളല്ലേ? നിങ്ങൾ നല്ല സംവിധായകനല്ലേ? ഒരു നിമിഷം പിഴയ്ക്കുമ്പോൾ പേരുദോഷം ഉണ്ടാവില്ലേ? ഞാൻ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ പറഞ്ഞു എന്നുള്ളൂ. ഞാനായിട്ട് എൻ്റെ കയ്യിൽ വ്യക്തമായ തെളിവുകളില്ല. എനിക്ക് എഴുതാനേ പറ്റുള്ളൂ, വേറൊന്നും ചെയ്യാനില്ല. അവർക്കും പരാതിയില്ല, നിങ്ങൾക്കും പരാതി, ആർക്കും പരാതിയില്ലെങ്കിൽ പിന്നെ എന്താ കാര്യം? അതങ്ങനെ തേഞ്ഞു മാഞ്ഞു പോയി. പിന്നെയും സംഭവം ഉണ്ടായി. ഞാനിത് പറഞ്ഞു വരാൻ കാരണം ഏറ്റവും പുതിയ സംഭവ വികാസങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. ഈ സംഭവ വികാസങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നിർഭയരായിട്ടാണ് ഇപ്പോൾ സ്ത്രീകൾ തങ്ങൾക്കുണ്ടായ അനുഭവങ്ങൾ പറഞ്ഞ് കേസിന് പോകുന്നത്. അപ്പോൾ ചോദിക്കും, ഇത് മിസ്യൂസ് ചെയ്യുന്നവരും ഇല്ലേ എന്നുള്ളത്. തീർച്ചയായിട്ടും മിസ്യൂസ് ചെയ്യുന്നവരുണ്ട്. കാരണം അത് മിസ്യൂസ് ചെയ്യാൻ ഒരു കാരണം, ഇവിടെ പ്രതിസ്ഥാനത്ത് വരുന്നവൻ്റെ പേരും ഫോട്ടോവും മാത്രമേ വരുന്നുള്ളൂ. അപ്പുറത്ത് ഇര ആരാണെന്ന് പറയുന്നില്ല, ഇരയുടെ പേര് പറയുന്നില്ല. അങ്ങനെ പറയാത്ത കാലം വരെ ആർക്കും ഏത് രീതിയിൽ വേണം കേസ് കൊടുക്കാൻ കഴിയും. ഇതിൽ മിസ്യൂസ് ചെയ്യുന്നത് അവിടെ തന്നെയാണ്. ഈ അടുത്ത കാലത്ത് വന്ന കേസുകളിൽ പലതും 10-20 വർഷം മുമ്പുള്ള സംഭവങ്ങളുണ്ട്. എന്തുകൊണ്ട് ഒരു നേരിട്ട് കാര്യങ്ങൾ പറയുന്നില്ല? കാലേ നടന്ന കാര്യങ്ങൾ പറയുന്നില്ല. അപ്പോൾ അവരുടെ ജീവിതത്തിലുണ്ടായത് സത്യസന്ധമായ കാര്യങ്ങളാണെങ്കിൽ അവരപ്പോൾ തന്നെ അതിന് പ്രതികരിക്കണം. ഞാൻ എല്ലാവിധ നേട്ടങ്ങളും സമ്പാദിച്ചു കഴിഞ്ഞുകൊണ്ട് അവസാനം ഒരു ഭീഷണി എന്നോണം കേസുകൾ കൊടുത്ത് നാറ്റിക്കുന്നത് നല്ല രീതിയോടല്ല എന്ന് പക്ഷക്കാരാണ് ഞാൻ. നിങ്ങൾ നിർഭയമായിട്ട് പറയാം, നിങ്ങൾക്കുണ്ടായ സംഭവങ്ങൾ, ഇന്നൊരു സംഭവം ഉണ്ടായെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ നിങ്ങൾ പറയുന്നില്ല, കേസ് കൊടുക്കുന്നില്ല. അവിടെയാണ് എനിക്ക് വിയോജിപ്പുള്ളത്. ഇത് കുറെ കുടുംബങ്ങൾ തകർന്ന സംഭവങ്ങളാണ്. ഇത് സ്ത്രീയും പുരുഷനും ഇതിൽ തുല്യ പങ്ക് വഹിക്കുന്നവരാണ്. വെറുതെ അല്ലല്ലോ, നേട്ടങ്ങൾക്ക് വേണ്ടിയാണ് രണ്ടു കൂട്ടും ഇത് ചെയ്യുന്നത്. ആ കൈക്കൂലി കൊടുക്കുന്ന പോലെയാണ് പലരും ചെയ്യുന്നത്. പിന്നെ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് വിവാദം ഉണ്ടാകും എന്നുകൊണ്ട് ഞാൻ പറയുന്നത്, ഇവിടെ ഇതിന് മുൻകൈ എടുക്കുന്നത് സിനിമാ രംഗത്തെ സംവിധായകരോ നിർമ്മാതാക്കളോ മാത്രമല്ല. ചക്ക വെട്ടിവെക്കുന്ന പോലെ, ഈച്ച അതിലേക്ക് പ്രവഹിക്കുന്ന പോലെ തന്നെയാണ്. ആകർഷിക്കപ്പെടുന്നുണ്ട്. ആകർഷിക്കപ്പെട്ടുകൊണ്ട് ഉഭയസമ്മതപ്രകാരമാണ് കാര്യങ്ങൾ നടക്കുന്നവരുമുണ്ട്. അത് രഹസ്യ സ്വഭാവമാണ്. ആ രഹസ്യ സ്വഭാവം വർഷങ്ങളായിട്ട് സിനിമാ രംഗത്തും രാഷ്ട്രീയ രംഗത്തും ഏത് രംഗത്തും സംരക്ഷിക്കപ്പെടുകയാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. ആ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തൽക്കാലം നമുക്ക് മറക്കാം. വേറൊന്നും കൊണ്ടല്ല, അതിൽ പറഞ്ഞിരിക്കുന്ന പേരുകളൊക്കെ പല വമ്പന്മാരുമാണ്. അത് ഇപ്പം എന്തായാലും പുറത്തു വിടുന്നില്ല. പക്ഷേ എനിക്ക് ഇപ്പോൾ അറിയാൻ പറ്റിയത്, അതിലത്തെ ഒരു ജഡ്ജിങ് കമ്മിറ്റിയിലത്തെ ആദ്യത്തെ ഒരു മെമ്പർ ചില ആൾക്കാരോട്, വേണ്ടപ്പെട്ടവരോട് ചില കാര്യങ്ങൾ തുറന്നു പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞാൻ എൻ്റെ സുഹൃത്തിനോട് പറഞ്ഞു, കൊല്ലത്ത് ഞാൻ അറിഞ്ഞു. സന്തോഷത്തോടെ അദ്ദേഹം വിഷ് ചെയ്തു. ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, ആ കുട്ടി ഇപ്പം എവിടെയുണ്ട്, സിനിമയിലുണ്ടോ ചോദിച്ചു. ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അവരിന്ന് കുട്ടിയല്ല, കുട്ടിയുടെ അമ്മയാണ്. സിനിമാ രംഗത്ത് സജീവമാണ്, സുഖമായി ജീവിക്കുന്നു.